നമസ്കാരം. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ജസ്റ്റിസ് പാർട്ടി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരാഹാര സമരം നടത്തി വരുന്ന ആശാ വർക്കേഴ്സിന് വിഷുക്കൈനീട്ടം നൽകി അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നമസ്തേ. വലുതായിട്ട് പ്രൊജക്ട് ചെയ്യുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ ആൾക്കാർക്ക് തുച്ഛമായ വരുമാനം, ശമ്പളം എന്ന് പറയാൻ പറ്റില്ല. ഈ സമരം, ഈ സംഘടന ഈ സമരത്തിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥമായിട്ട് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ലോകം മൊത്തം മനസ്സിലാക്കിയതാണ്. എല്ലാവരും വിചാരിച്ചു ഓരോ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് 10,000 കണക്കിന് ശമ്പളം ഉണ്ടെന്ന് ഓരോരുത്തർ പറയും. പക്ഷേ യഥാർത്ഥ ശമ്പളം, യഥാർത്ഥ ഓണററി എത്രയാണ്? ഒരു ദിവസത്തെ കൂലി 2-3 മാസം ശരിക്കും ഒരു ദിവസത്തെ മീനിന് കഴിയും. ഒരു ദിവസത്തെ റേഷനിൽ വാങ്ങി വയ്ക്കാം. മീന് 1 കിലോ തേങ്ങ 80 രൂപ, 1 കിലോ തേങ്ങ. അതിൽ 1 കിലോ മുളകിന് 185 രൂപ. പിന്നെ അതുപോലെ മറ്റുള്ള സാധനങ്ങൾക്ക് എണ്ണയ്ക്ക് നമുക്ക് ഇത്രയും മാത്രം മതിയോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേണം. ഈ 282 രൂപയ്ക്ക് എന്തോന്ന് വാങ്ങും? കടിക്കുന്ന മക്കളുണ്ട്. 18 വർഷമായി നമ്മൾ ഈ ജോലിയിൽ കയറിയിട്ട്, പക്ഷെ ഇന്ന് വരെ നമുക്ക് മാസം തോറും ശമ്പളം തന്നിട്ടില്ല. മുമ്പേക്കാണെങ്കിൽ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനത്തെ മാത്രമായിരുന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ സമരം ചെയ്തതിന് ശേഷമാണ് 3 മാസത്തെ ഓണറേറിയ 3 മാസത്തെ ഇൻസെൻറ്റീവ് തരണമായിരുന്നു. ഈ സമരം ചെയ്തതിന് ശേഷം ഒരുമിച്ച് ആ പൈസ സ്റ്റെപ്പായിട്ട് ഉടൻ തന്നെ ഒരു 5 ദിവസത്തെ ക്യാപ്പിട്ട് ഓണറേറിയ ഇൻസെൻറ്റീവ് ഒരിക്കലും 18 വർഷത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അടുത്തത് നമ്മൾ ഉള്ള കാലത്തെ മൊത്തം ആരോഗ്യ വകുപ്പ് നമ്മൾ ചെലവഴിച്ചിട്ട് നമ്മളൊടുക്കാൻ നാട്ടിനും വീട്ടിനും വേണ്ടാതെ വെറും കൈയോടെ നമ്മൾ പറഞ്ഞു വിടുന്ന ഒരവസ്ഥ ആലോചിച്ചു. പറയുന്ന തൊഴിലാളി അനുകൂല ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഉള്ളവർക്ക് വാരിക്കോരി കൊടുക്കും. അതെ, കെ.വി. തോമസ് പറയുന്ന സാറൊക്കെ ഡൽഹിയിൽ അവിടെ വെറുതെ ഞങ്ങളുടെ സമരത്തിനുള്ള 3 ലക്ഷങ്ങൾ വാരി കൊടുക്കും. ഒന്നും വേണ്ട. ഈ മന്ത്രിമാരുടെയും ഒക്കെ PA-മാരായിട്ട് വരുന്നവർക്ക് 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശമ്പളവും അതോടൊപ്പം അവർക്ക് കിട്ടുന്ന നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണണമെന്ന് അപേക്ഷ കൊടുത്തത് ആദ്യം എന്നാ കൊടുക്കുന്നത്? അവർ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം, കേരളം സംസ്ഥാനമാണ് നിങ്ങൾക്ക് തരുന്നത്. എപ്പോൾ പറഞ്ഞാലും ആരോഗ്യമന്ത്രി പറഞ്ഞാലും നമ്മുടെ സംസ്ഥാനം പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നതാണ് നമ്മൾ 7,000 രൂപ. ഇതാണ് ഏറ്റവും കൂടിയ ഓണറേറിയം. ഇപ്പോൾ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി അവരും പറഞ്ഞു വെച്ചാൽ കേരളം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഏറ്റവും കൂടുതലാണ് കേരളം നിങ്ങൾക്ക് ആശമാർക്ക് തരുന്ന 7,000 രൂപ. ഫെബ്രുവരി 10 ഈ സമരം തുടങ്ങിയത്. നമ്മുടെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും വിരമിക്കുമ്പോൾ നമുക്ക് 5 ലക്ഷം തരാനും, അടുത്ത് നമ്മുടെ വിരമിക്കുമ്പോൾ നമുക്ക് പെൻഷൻ തരാനുമാണ് ഈ സമരം തുടങ്ങിയത്. പക്ഷെ ഒരു 3-4 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ട്, നേരത്തെ ആണെങ്കിൽ നമുക്ക് മാസം തോറും ശമ്പളം തരൂലായിരുന്നു. 18 വർഷമായി ഞങ്ങൾ കയറിയിട്ട് നേരത്തെ മാസം തോറും ശമ്പളം തരൂലായിരുന്നു. നമുക്കുള്ള ശമ്പളം 232 രൂപയാണ്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ 2-3 മാസം കൂടുമ്പോഴാണ് ശമ്പളം തന്നുകൊണ്ടിരുന്നത്. ഈ സമരം ഇപ്പം തുടങ്ങിയതിന് ശേഷമാണ് നമുക്കിപ്പോൾ മാസം തോറും തരാൻ തുടങ്ങിയത്. ഈ സംഘടന നിമിത്തമാണ് ഈ ആശമാർ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, ആശമാർക്ക് എത്ര രൂപയാണ് ശമ്പളം, ആശമാരെ കുറിച്ചൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അറിഞ്ഞത് ഈ സമരം നടത്തിയതിന് ശേഷമാണ്. അല്ലാതെ ആർക്കും അറിഞ്ഞൂടാ. കോവിഡ് കാലത്ത് ആശമാർ ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എല്ലാവരും മറന്നു.
അതിനുശേഷം ഈ സമരത്തിന് വന്നതിന് ശേഷം, ഈ സംഘടന വന്നതിന് ശേഷമാണ് ആശമാരെ കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ, ആശമാർക്ക് എന്തെല്ലാം ജോലികളുണ്ട്, അവർക്ക് എത്ര രൂപയാണ് ശമ്പളം, അവരുടെ ശമ്പളം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും എല്ലാം. അപ്പം നമ്മുടെ സംഘടന പറഞ്ഞ് ഇവർക്ക് നമ്മുടെ ഓണറേറിയം ഇവരുടെ പ്രകടന പത്രികയിൽ അതാ കിടക്കുന്നു, 42ാം ഖണ്ഡികയിൽ കിടക്കണം. നമ്മുടെ LDF വന്ന പിന്നെ തീർച്ചയായിട്ടും ഇവരുടെ ആശമാരുടെ ഓണറേറിയം ഡെയിലി 700 രൂപയാക്കും, 23,000 രൂപ ശമ്പളം വർദ്ധിപ്പിച്ച് തരും. അപ്പോൾ ആ ഫസ്റ്റിൽ ആദ്യം കയറിയപ്പോഴേ പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ സർക്കാർ രണ്ടാമത്തെ പ്രാവശ്യവും കയറി, വർഷം പൂർത്തിയാകാറായി, ഏതാനും മാസങ്ങളെ ബാക്കി നിൽക്കെ ഇതുവരെ ആ വാക്ക് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ആ വാക്കാണ് ചോദിക്കുന്നത്. വിരമിക്കുമ്പോൾ 5 ലക്ഷവും പിന്നെ നമുക്ക് പെൻഷനും കൂടെ തരണം. കാരണം സാർ നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് 21,000 രൂപയാക്കുക. അടുത്ത് നമ്മുടെ പെൻഷൻ, നമ്മുടെ വിരമിക്കൽ പെൻഷൻ 5 ലക്ഷം രൂപയാക്കുക. അത് പോയിട്ട് നമുക്ക് പെൻഷനും തരണം. 18 വർഷമായി നമ്മുടെ ജോലി ചെയ്തിട്ട് നമ്മളോട് നമ്മുടെ ആരോഗ്യം മൊത്തം ആരോഗ്യ വകുപ്പിന് വേണ്ടി ചെലവഴിച്ചിട്ട് നമ്മൾ നാട്ടിനും വീട്ടിനും മക്കളിനും വേണ്ടാതെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതി ആലോചിച്ച് നോക്കണം സാർ. നമ്മുടെ തൊഴിലാളികളുടെ പിന്നെ നമ്മുടെ മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ സമരമൊക്കെ ചെയ്ത് മുൻപന്തിയിലെത്തി ഈ സമരം നമുക്ക് സമരം കാണിച്ചു തന്നതേ നമ്മുടെ മന്ത്രിയാണ്. ഓരോരുത്തരും ഈ സമരം ചെയ്ത് മുന്നോട്ട് വന്നവരാണ്. അപ്പം ആ നമ്മുടെ ഈ തൊഴിലാളികൾക്കുള്ള മന്ത്രിയാണ് ഇപ്പം ഇരിക്കുന്നത്. നിങ്ങൾ സമരത്തിലാണെങ്കിൽ തന്നെയും ഇടയ്ക്ക് പോയി അത്യാവശ്യ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് വേണ്ടി, അല്ലേ? ആൾക്കാർക്ക് വേണ്ടി പാലിയേറ്റീവ് കെയറിനൊക്കെ പോയി, പാലിയേറ്റീവ് കെയറിന് പോകും. കിടപ്പ് രോഗികൾക്ക് വേണ്ടി മാത്രം കിടപ്പ് രോഗികളൊക്കെ പോയി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സമരത്തിനിടയ്ക്ക് നിങ്ങൾ പോയി അത് സഹായിക്കുന്നു. അതെ, ഇപ്പം നമ്മൾ സാർ ഇപ്പം പിന്നെ എല്ലാവരും ജോലിയിൽ കയറി, ഏകദേശമുള്ള എല്ലാവരും ജോലിയിൽ കയറി. അതുകൊണ്ട് ഇപ്പം ആശുപത്രിയിലുള്ള ഡ്യൂട്ടി സമരങ്ങൾ ഈ സമരം വിലക്കോ? അത് ചോദിക്കാതെ, ഈ സമരം വിലക്കുമോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ഇത് കാരണം നമ്മൾ 2 മാസം ഇതിൽ നിന്ന് പിന്മാറി നിന്നിട്ടും കുറച്ച് ആൾക്കാർ കയറി, കുറച്ച് ആൾക്കാർ കയറി. വേറെ ഒരു വഴിയില്ല. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിട്ട് നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. അതെ സാർ, 3-4 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ച് അവർ പറയുന്നത് നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത്. നമ്മുടെ എല്ലാ നമ്മുടെ സംസ്ഥാനവും ആരോഗ്യവകുപ്പും എല്ലാം പറയുന്ന, വ്യവസായ വകുപ്പും എല്ലാം പറയുന്നത് നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം. അതൊക്കെ ശരിയാണ്. ഇനി ഒന്നുകൂടെ മുഖ്യമന്ത്രിയെ കണ്ടത് ചർച്ചയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ? അതെ സാർ, തീർച്ചയായിട്ടും അവർ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സംഘടന പോകാൻ തയ്യാറാണ്. നിങ്ങൾ ഒന്നുകൂടെ റിക്വസ്റ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. അതെ സാർ, തീർച്ചയായിട്ടും നമുക്ക് പിടിവാശിയില്ല. അവരെന്ത് പറയുന്നു നമുക്ക് പറയാനുള്ളത്, വളരെ അർഹതപ്പെട്ട ഒരു ആവശ്യവുമായിട്ടാണ് ഈ ആശമാർ ഇവിടെ സമരവുമായിട്ടിരിക്കുന്നത്. അവർ നിരാഹാരത്തിൽ വരെ എത്തിക്കും. റിലേയായിട്ട് നിരാഹാരം, ഓരോരുത്തരും അവശതയാവുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ പുതിയ ആളുകൾ നിരാഹാരത്തിലേക്ക് വരികയാണ്. മന്ത്രി ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന തൊഴിലാളി മന്ത്രിസഭയ്ക്ക് അനുഭാവം ഉണ്ടാകാൻ വേണ്ടി അവർ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ PSC മെമ്പർമാർക്ക് കൊടുക്കുന്ന ആനുകൂല്യം എന്താണ്. അതുപോലെ തന്നെ KV തോമസിനെ പോലുള്ള ആളുകളെ ഡൽഹിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള പണം മാരിക്കോരി കൊടുക്കുകയാണ് ഇവർക്കെല്ലാം. എന്തെല്ലാം വഴികളിലൂടെ അനാമത്ത് ചെലവുകൾ വരുന്നു. ആ സമയത്ത് ഈ സാധുക്കൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ പേരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സുകൂടി ഉണരേണ്ടതായിട്ടുണ്ട്. ഈ സാധുക്കൾ 232 രൂപയ്ക്ക് ഒരു ദിവസത്തെ വേതനത്തിലാണ് അവർ പണിയെടുക്കുന്നത്. ഞാനൊരു വിധവയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും ഒരു രോഗിയോ പ്രായമുള്ള ആളുകളോ പഠിക്കുന്ന ഒരു കുട്ടിയോ ഉണ്ടെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് 232 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും?
അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അവർക്ക് ജീവിക്കാൻ ആവശ്യം, അവരധികമൊന്നും ചോദിക്കുന്നില്ല, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മിനിമം വേതനം അവർക്ക് കൊടുത്താൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ഈ സേവനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് ഒരു വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം എന്ന് പറയുന്നത് അത്ര കൂടുതലായ ഒരു എമൗണ്ട് ആകരുത്. എത്രയോ ലക്ഷങ്ങളും കോടികളുമാണ് പിരിഞ്ഞു പോകുന്നവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സാധുക്കൾക്ക് 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായിട്ട് കൊടുത്ത് അവർക്കൊരു ചെറിയ പെൻഷനും തീരുമാനിച്ച് അതുകൂടി കൊടുത്താൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരുടെയും പിന്തുണ തീർച്ചയായിട്ടും കിട്ടും. അതാണിപ്പോൾ ഈ മന്ത്രിസഭ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവരുടെ കാര്യത്തിൽ ഒരു അനുഭവപൂർവ്വമായിട്ടുള്ള തീരുമാനം എടുക്കണമെന്നാണ്. നമ്മുടെ DSJP സംഘടനയുടെ പ്രസിഡന്റായ KSR മേനോൻ സാറും സെക്രട്ടറിയായ SS മേനോൻ സാറും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നാളെ വിഷുവാണ്, നിങ്ങൾക്കൊരു വിഷുക്കൈ നീട്ടം തരിക എന്നുള്ള ലക്ഷ്യങ്ങൾ പറഞ്ഞാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. വിഷുക്കൈ നേട്ടം കൊടുക്കേണ്ടത് അത് വാങ്ങിക്കണം, വാങ്ങിച്ചിട്ട് ബുക്ക് ഇത് നിങ്ങൾക്കുള്ള നാളത്തെ വിഷുവിൻ്റെ ഒരു കൈനീട്ടമാണ്. 5000 രൂപയുണ്ട്. അത് KSR മേനോൻ സാറ് പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങിയില്ല, സംഘടനയ്ക്ക് വേണ്ടി തരികയാണ്. കുറച്ച് അങ്ങോട്ട് നീങ്ങി. ഇത് വാങ്ങുക. ഇനിയും ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും. അവരെല്ലാവരും വരും ഇനി നിങ്ങളെ കാണാൻ. KSR മേനോൻ സാറ്, SS മേനോൻ സാറ് എല്ലാവരും വരും നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഇത്രയും ദൂരെ കിടന്ന് നിങ്ങൾ ആശമാരോട് ഐക്യരാഷ്ട്രം ഒരുപാട് ഇപ്പോഴും നമ്മൾ നിങ്ങളോടൊപ്പമാണ്. കാരണം നിങ്ങൾ തുച്ഛമായ വേതനത്തിൽ സമരം ചെയ്യുന്നവരാണ്. നിങ്ങൾക്കൊരു മിനിമം പെൻഷനും നിങ്ങളുടെ ശമ്പളം ആനുകാലികമായ ഒരു വർധനവും വരുത്തുന്നത് വരെ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് വിധങ്ങളുണ്ട്. വീടില്ലാത്ത ഒരുപാട് പേര് ദുരിതാനുഭവിക്കുന്നതറിയാം. ഏറ്റവും ഒരു 90% ആശാവർക്കർ ദുരിതാനുഭവിക്കുന്നത്. ഞാൻ വീടില്ലാത്തവരൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് സർക്കാർ നിങ്ങളുടെ കാര്യത്തിൽ അനുഭവപൂർവ്വമായ തീരുമാനം എടുക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ജനങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. ഇപ്പോൾ തന്നെ എല്ലാവരുടെയും ഇടയിൽ അനുഭവപൂർവ്വമായിട്ടുള്ള ഒരു തരംഗമുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്രോൾ തന്നെ പറയുന്നുണ്ട് ഇത് വളരെ മോശമായ ഒരു തുച്ഛമായ സാലറിയിൽ അവർ ജോലി ചെയ്യുന്ന അവർക്ക് ഒരു ആനുപാതികമായ വർധന കൊടുത്ത് അവരുടെ പെൻഷൻ കാര്യങ്ങളും പരിഗണിക്കണമെന്നുള്ള കാര്യം എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സമയം മനസ്സറിയണമെന്ന് അതെ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മനസ്സിലാക്കും. അവർ ആശാവർക്കറാണെങ്കിൽ ഇവിടെ വന്ന് പിന്നെ ഒരു 30-40 ദിവസമായപ്പോൾ അവരുടെ ഭർത്താവ് ഒറ്റയ്ക്കായിട്ട് മരിച്ചു. അവരെന്ന് ഇവിടെ കൊണ്ടുവിട്ടിട്ട് രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് പോകണം. ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അവരുടെ ഭർത്താവ് അവരെ പോലും സമ്മതിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ സമരപന്തലിൽ നിന്ന് വന്നു കൊണ്ടവിടെ വീട്ടിൽ പോയത് പെട്ടെന്ന് നെഞ്ചു വേളവിൽ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഇന്നലെ 16 ഒരുപാട് നന്ദി ഉണ്ടാകുന്നുണ്ട്. ഈ വൃക്ഷം ഏകദേശം പഴുക്കാറായി, ഇലകളെല്ലാം പഴുക്കാറായപ്പോഴാണ് നമ്മളുടെ സമരത്തിന് ഇരുന്നത്. അതിനുശേഷം വൃക്ഷം